അസ്സലാമലൈക്കും. എല്ലാവർക്കും പാത്തൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. പിസ്ത ഷെൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വൈറ്റ് അടിച്ചെടുക്കാം. വൈറ്റ് അടിച്ചെടുക്കാൻ തന്നെ കാരണം ഞാൻ ബ്ലൂ ആണ് അടിച്ചെടുക്കാൻ കരുതിയിട്ടുള്ളത്. പക്ഷേ വൈറ്റ് അടിക്കുന്നത് ഇത് ഒരു ഗ്രീൻ കളറായതുകൊണ്ട് ബ്ലൂ അടിക്കുമ്പോൾ തന്നെ ഒരു ക്ലിയറായി ഒരു നല്ല രീതിയിലൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ആദ്യം വൈറ്റ് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വൈറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിൽ അടിച്ചെടുക്കാം. സ്പോഞ്ച് വെച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇത് നന്നായി പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് 5 മിനിറ്റ് ഉണങ്ങാൻ വെക്കാം. അപ്പോൾ നമ്മളെ ബോട്ടിലൊക്കെ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂ ഒന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു അക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്, ബ്ലൂ കളർ. നമുക്കിതൊന്ന് ബോട്ടിൽ വെച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് ബ്ലൂ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നമ്മളെ ബോട്ടിൽ നന്നായി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് 5 മിനിറ്റ് ഉണങ്ങാൻ വെക്കാം. അപ്പോൾ നമ്മളെ ബോട്ടിൽ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. മെയിൻ സംഭവമായ പിസ്ത ഷെൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചൊന്ന് വർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് ബോട്ടിൽ മേൽ പിസ്ത ഷെൽ ഒട്ടിച്ചു കൊടുക്കാം. ഞങ്ങളൊരു ഫ്ലവർ പാറ്റേൺ ആണ് വിചാരിച്ചിട്ടുള്ളത്. ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗണ്ണ് കൊണ്ട് തന്നെ വെച്ച് ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം. ഇതാവുമ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നതാണ്. നമ്മുടെ പിസ്ത ഷെല്ലൊക്കെ നന്നായി ബോട്ടിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഫ്ലവേഴ്സിനൊക്കെ ഓരോ ലീഫ് വെച്ചെടുക്കണം. ഇതിനായിട്ട് ഞങ്ങൾ ഉള്ളിത്തോലാണ് എടുത്തിട്ടുള്ളത്. അത് ഞങ്ങൾ ലീഫിൻ്റെ ഒരു ആകൃതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനേക്ക് ഒരു ഗ്രീൻ കളറ് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഒരു ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലീഫൊക്കെ കൊണ്ട് ഗ്രീൻ കളർ ചെയ്തെടുക്കാം. ലീഫൊക്കെ നന്നായി പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു 5 മിനിറ്റ് ഉണങ്ങാൻ വെക്കാം. ഇനി നമുക്ക് ഈ ഫ്ലവറിന് വേണ്ടി തണ്ടാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് ഫെവിക്കോളും കുറച്ച് വെള്ളവും ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് ടിഷ്യൂ പേപ്പറാണ്. നമുക്കിത് ഹാൻഡിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. കയ്യിൽ വെച്ച് കൈമേക്ക് ഈ പശകളൊക്കെ ഒന്ന് ഒട്ടിച്ച് തേച്ചാണ്ട് ടിഷ്യൂ പേപ്പർ നമ്മൾ കയ്യിൽ വെച്ച് ഒട്ടിക്കാൻ വേണ്ടത്. ശേഷം നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടത്. ക്ലേ ഉണ്ടാകാതൊക്കെ പറ്റും. ക്ലേ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ നന്നായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നായിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം. ടിഷ്യൂ വെച്ച് പതുക്കെ ചെയ്യണം, അല്ലെങ്കിൽ കീറിപ്പോകാൻ സാധ്യത ഉണ്ട്. ഇതുപോലെ നമ്മൾ വൃത്തി കഴിയുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും.
കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ തണ്ടാട്ടോ ഒട്ടിക്കേണ്ട, ഇലയല്ല. എന്നിട്ട് നമ്മൾ കുറച്ച് പശ ഒട്ടിച്ചിട്ടുണ്ട് ഫെവിക്കോള്. നമുക്ക് ആ തണ്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ചെയ്താണ് വേണ്ടത്. ഇതുപോലെ വളച്ചൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്ന തണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി കിട്ടുക. അപ്പോൾ നമ്മളെല്ലാ തണ്ടും നന്നായി ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് എല്ലാ തണ്ടുകൾക്കും ഡാർക്ക് ഗ്രീൻ കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടത്. പുറത്തൊന്നും പോകാതെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ തണ്ടൊക്കെ കളർ ചെയ്ത് കഴിയാനായിട്ടുണ്ട്. നമ്മൾ തണ്ടൊക്കെ നന്നായി കളർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് ഇതും കളർ ഉണങ്ങാൻ വെക്കാം. നമ്മളെ തണ്ടൊക്കെ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇലകൾ ഒട്ടിച്ച് കൊടുക്കാം. ഇതുപോലെ ഓരോന്നോരോന്നായി ചെയ്തെടുക്കാം. നമ്മൾ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലവറിനൊന്നും കളറൊന്നും ചെയ്യുന്നില്ല. കളർ ചെയ്യാതെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറൊന്നും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.